അയൽവാസികളോട് എന്തിൻ്റെ പേരിലാവട്ടെ, എന്താണെങ്കിലും അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദിവസവും ഇത് നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? നീ മാപ്പ് കൊടുക്കുന്നവനല്ലേ, നീ അഫ്വ് ചെയ്യുന്നവനല്ലേ, എനിക്ക് അഫ്വ് ചെയ്യണം എൻ്റെ അനുജാ. ഈ നിലക്ക് നാം ദുആ ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മറ്റൊരു സഹോദരന് അഫ്വ് ചെയ്തു കൊടുത്തുകൂടാ? അല്ലാഹു നമുക്ക് അഫ്വ് ചെയ്യാൻ ദുആ ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് അഫ്വ് ചെയ്തു കൊടുത്തുകൂടാ? നമ്മുടെ അയൽവാസികൾക്ക് മാപ്പ് കൊടുത്തുകൂടാ? അവർ മഅസൂമീങ്ങളല്ല, അവർ ഔലിയാക്കളല്ല, അവർ അമ്പിയാക്കളല്ല, അവർ വലിയ മഹാന്മാരൊന്നുമല്ലല്ലോ, പാവങ്ങളല്ലേ, സാധുക്കളാൻ. ചിലപ്പോൾ അവർ നമ്മെക്കാളും വിഷമമുള്ളവരായിരിക്കും, നമ്മെക്കാളും വേദനയുള്ളവരായിരിക്കും. അതുകൊണ്ട് മനുഷ്യത്വം എന്ന നിലക്ക് അയൽപ്പക്കക്കാർക്ക് അഫ്വ് ചെയ്യണം, അയൽവാസികൾക്ക് മാപ്പ് കൊടുക്കണം. അയൽവാസികളെ വെറുക്കരുത്, വെറുപ്പിക്കരുത്, വേദനിക്കരുത്, വേദനിപ്പിക്കരുത്. അയൽവാസികളുടെ വിഷയത്തിൽ വേദനിക്കരുത്, വേദനിപ്പിക്കരുത്. അഫ്വൻ 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 പണ്ഡിത ലോകം എഴുതി വെക്കുന്നു. അത് ആരാണെങ്കിലും ശരി, ന്യായീകരിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് തോന്നും വളരെ മോശമാണ്, നിങ്ങൾ പറയുന്ന പോലെയല്ല, സലാമുസ്ലിയാർ നിങ്ങൾ പറയുന്ന പോലല്ല, അല്ലെ സലാമുല്ല നിങ്ങൾ വിചാരിച്ച പോലല്ല. എന്താവട്ടെ, അല്ലാഹു പടച്ച അവൻ്റെ പടപ്പുകളാണ്.